പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളുകൾക്ക് ശേഷം നമ്മുടെ ടെക്നീഷ്യനായിട്ടുള്ള ബിനിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. 3 ഫേസിൻ്റെ ഒരു മോട്ടർ സിംഗിൾ ഫേസിൽ ഓടുമോ? നമ്മുടെ ടെക്നീഷ്യനോട് തന്നെ ചോദ്യം ചോദിക്കാം. അത് സ്റ്റാർ കണക്ഷൻ ഉള്ളതിൽ ഡെൽറ്റയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കണക്ഷൻസ് 3 ഫേസ് മോട്ടോർ 2 ഫേസിൽ കപ്പാസിറ്റർ കെട്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ചില ഏരിയകളിൽ. ഇത് ഏതെങ്കിലും സൈറ്റിൽ ഇതേപോലെ വർക്ക് ചെയ്ത് കംപ്ലൈൻറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളുകൾക്ക് ശേഷം നമ്മുടെ ടെക്നീഷ്യനായിട്ടുള്ള ബിനിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും ബിനിച്ചേട്ടനെ തപ്പി നടക്കലാണ്. എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ബിനിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. കൊറോണ പ്രശ്നങ്ങളായ കാരണം കണ്ടുമുട്ടാനൊരു വഴി ഉണ്ടായില്ല. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. ശരി, അപ്പോൾ ഇന്ന് ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതായത് 3 ഫേസിൻ്റെ ഒരു മോട്ടർ സിംഗിൾ ഫേസിൽ ഓടുമോ? അത് പലരും ചോദിക്കാറുണ്ട്. പല സൈറ്റുകളിൽ അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഓടുവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 3 ഫേസിൻ്റെ ഒരു മോട്ടർ സിംഗിൾ ഫേസ് ലൈനിൽ ഓടുവോ ഇല്ലയോ? നമ്മുടെ ടെക്നീഷ്യനോട് തന്നെ ചോദ്യം ചോദിക്കാം. ടെക്നീഷ്യൻ എന്നെ തന്നെ ഗുരുതേക്ക് തൂക്കണമല്ലോ. 3 ഫേസിന്റെ മോട്ടോർ സിംഗിൾ ഫേസിൽ ഓടിക്കാം. ഓക്കെ, അത് പ്രശ്നമില്ല. കറക്റ്റ് ഹെഡാണ് ആ മോട്ടോർ. നോർമലായിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. പലതും ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുമുണ്ട്. ഇതിന്റെ തിയററ്റിക്കലായിട്ടുള്ള വശങ്ങൾ എന്നോട് ചോദിക്കരുത്. മെയിനായിട്ട് 3 ഫേസിന് വേണ്ട ഒരു ഫേസ് ഷിഫ്റ്റ് ആണ്. അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് മോട്ടോർ റൺ ചെയ്യാൻ പറ്റും. ആ മോട്ടറിന്റെ ഡിസ്ചാർജ് കുറവില്ലാതെ തന്നെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. ആംബിയർ കാര്യങ്ങളെല്ലാം അത് കറക്റ്റ് ആയിട്ട് തന്നെ. ആംബിയർ ശരിക്കും കുറവ് ഞങ്ങൾ ഈ ഒരു പരീക്ഷണം ഇത് പല തവണയായിട്ട് പല 3 ഫേസിന്റെ മോട്ടറുകളും കിട്ടാൻ നേരത്തെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ മോട്ടർ ഇതുപോലെ ഓടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഇതേപോലത്തെ പമ്പ് ഓടിച്ചിട്ടുണ്ട്. ഹയർ HP പമ്പുകൾ നമ്മൾ ഇതേപോലെ തന്നെ ഓടിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും നമ്മൾ നോർമലായിട്ടുള്ള റണ്ണിങ് ആംബിയറും കാര്യങ്ങളും ചില പമ്പുകൾ ഇപ്പോൾ 2 HP സിംഗിൾ ഫേസ് സബ്മേഴ്സിബിൾ പമ്പുകൾ ചെക്ക് ചെയ്തപ്പോൾ സാധാരണ എടുക്കുന്നതിലും ഒരുപാട് കറണ്ട് കൺസപ്ഷൻ കുറവാണ് കാണിച്ചത്. അത് സ്റ്റാർ കണക്ഷൻ ഉള്ളതിൽ. ഡെൽറ്റയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതെ, ഡെൽറ്റയിൽ ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു വഴി കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഡെൽറ്റയിലുള്ള കണക്ഷൻ വരാൻ നേരത്തെ അതിൻ്റെ ഒരു പെർഫോമൻസും കൺസപ്ഷൻ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. സ്റ്റാറിൽ കണക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ ഇതൊന്ന് കാണിക്കും. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയേക്കുന്നത് ക്ലാസിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ 2 HP 3 ഫേസിൻ്റെ ഈ പറഞ്ഞ സ്റ്റാറിൽ വൈൻഡിങ് വന്നേക്കുന്ന ഒരു മോട്ടറാണ്. ഒരു സബ്മേഴ്സിബിൾ പമ്പാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ 3 ഫേസ് മോട്ടറാണ്. ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ 6 ആംബിയർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 1.5 സൈസാണ് വരുന്നത്. 3 ഫേസ് സബ്മേഴ്സിബിൾ പമ്പാണ്. ഇതാണ് നമ്മളിന്ന് സിംഗിൾ ഫേസിൽ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എത്ര കറണ്ട് കൺസപ്ഷൻ എടുക്കും, ഇത് സിംഗിൾ ഫേസിൽ ഓടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ എടുത്ത് ടാങ്കിലേക്ക് ഇടാം. നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് മോട്ടറിനെടുത്ത് നമുക്ക് അടുത്ത നടപടിയായിട്ട് എത്ര കപ്പാസിറ്റർ വേണം, അതിൻ്റെ പെർഫോമൻസ് പല കപ്പാസിറ്ററിൻ്റെ റേഞ്ചിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ മോട്ടർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കണക്ഷൻസ് നമ്മൾ സാധാ ഒരു സബ്മേഴ്സിബിൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ RYB ആണ് കണക്ട് ചെയ്യണത്. കപ്പാസിറ്റർ വഴി റെഡും യെല്ലോയും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 72 MFD ആണ് 2 HP മോട്ടറിന് ഇപ്പോൾ എടുത്തിരിക്കുന്ന കപ്പാസിറ്റർ. ഇതാ നമ്മളിപ്പോൾ ആ മോട്ടറിൻ്റെ ഇത് ആ ഡിസ്ചാർജ് ഒന്ന് പൊക്കി പിടിച്ച് വെച്ചിട്ടാ ഒന്ന് ലോഡ് ചെയ്ത് പ്രഷർ താഴേക്ക് കൊണ്ടാൽ താഴെ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ ആംബിയർ ഞാനൊന്ന് ക്ലാമ്പിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്ലാമ്പ് ഇട്ടു. 72 MFD 6 ആംബിയറാണ് ആ മോട്ടർ റീഡിങ് കാണിക്കുന്നത്. 0.2 6. ഇനി അത് മൂന്ന് ഫേസ് സെയിം ആണോ എന്ന് നോക്കാം. വൈ ഫേസിൽ കറണ്ട് കുറവാണ്. അത് കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന ലൈൻ ആയതിൽ സാധാരണ അത് പകുതി കാണിക്കുള്ളൂ. 3 ഫേസിനാകുമ്പോൾ 3 ഫേസിൽ ഒരേ കറണ്ട് തന്നെയായിരിക്കും റീഡ് ചെയ്യുന്നത്. 6. അപ്പോൾ ഒരു അടുത്ത് നമ്മൾ കപ്പാസിറ്റർ ഒരെണ്ണം ആഡ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 36 ആഡ് ചെയ്തു. ഒരു 36 ആഡ് ചെയ്തു. അപ്പോൾ 100 MFD, അതായത് 2 HP സാധാരണ 100 MFD വരെ കപ്പാസിറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓൺ ചെയ്യാം. അന്നേരം ആംബിയർ കൂടിയിട്ടുണ്ട്, 7 ആംബിയറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് അളവും ഫോഴ്സും കൂടിയിട്ടുണ്ട്. വേണ്ട, ഫിസിക്കലായിട്ട് അറിയാം. കപ്പാസിറ്റർ ഞാൻ ഡിസ്കണക്ട് ചെയ്തു. അവിടെ 6 ആംബിയറിലേക്ക് കൂടി, 1 ആംബിയർ കുറഞ്ഞു. ചെറിയ മാറ്റം ആഡ് ചെയ്യാൻ നേരത്ത് ചെറിയ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ കപ്പാസിറ്റർ ആഡ് ചെയ്തിരിക്കുകയാണ്. കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു.
3 ഫേസ് മോട്ടർ സിംഗിൾ ഫേസിൽ റൺ ചെയ്യും, ആംബിയറും കുറവായിട്ട് റൺ ചെയ്യുമെന്ന് ഉള്ള കാര്യം പ്രൂവ് ആയല്ലോ. പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് 3 ഫേസ് മോട്ടർ ഉള്ളിടത്ത് ഒരു ദിവസം സപ്ലൈ പോയി ഒരു ഫേസേ ഉള്ളൂ, അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ആ മോട്ടറിന് റൺ ചെയ്യിക്കാം. പലരും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം. ഒത്തിരി സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 2 ഫേസിൽ 3 ഫേസ് മോട്ടർ 2 ഫേസിൽ കപ്പാസിറ്റർ കെട്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചില ഏരിയകളിൽ ഒരു 90% അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നും കേട്ടിട്ടില്ല. ഏതായാലും ഇതിനെക്കുറിച്ച് നല്ലൊരു കമൻറ്റ് വേണം. ഇതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വലിയ ഇതൊന്നും എനിക്ക് പറയാനില്ല. കാരണം എന്താണ് അത് വൈൻഡിങ് ഫോൾട്ട് ഏതായാലും കാണുന്നില്ല. കാരണം ആംബിയർ കുറവാണ്, മോട്ടർ പെർഫോമൻസിനും വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. LPM ഒക്കെ കാണിക്കുന്നുണ്ട്. മിനിമം ആ ഹെഡ് കീപ്പ് ചെയ്ത് മോട്ടർ വർക്ക് ചെയ്താലും മോട്ടർ കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അനുഭവത്തിൽ ഇനി എൻ്റെ എൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. തിയററ്റിക്കൽ സൈഡ് അതിനെക്കുറിച്ച് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇത് കാണുന്ന വീഡിയോ കാണുന്നവരോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്കും ഉപകാരമായിരിക്കും, എല്ലാവർക്കും ഉപകാരമായിരിക്കും. 3 ഫേസിൻ്റെ ഒരു മോട്ടർ, അത് സാധാ മോട്ടർ ആയിക്കോട്ടെ, സബ്മേഴ്സിബിൾ ആയിക്കോട്ടെ, ബോർവെൽ ആയിക്കോട്ടെ, അത് സിംഗിൾ ഫേസിൽ ഓടുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് വരാൻ പോകുന്ന ചില കംപ്ലയിൻറ്റുകൾ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും സൈറ്റിൽ ഇതേപോലെ വർക്ക് ചെയ്ത് കംപ്ലയിൻറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ അറിവിൽ ഞങ്ങൾ ഇതേപോലെ പല സൈറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പല ആൾക്കാരും പല പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെയായിട്ടും കംപ്ലയിൻ്റായി കണ്ടിട്ടില്ല. ഇനി ഇതിൽ എങ്ങനെയെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും ഒരു അറിവായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.